അപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് അമ്മയും മക്കളും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കൊച്ചിൻ ബീച്ച് എന്ന് പറയുന്ന അഗ്ലോണിമയുടെ വെറൈറ്റിയാണ്. 2 സീഡ്ലിങ്സ് ഉണ്ടായി. അവരെ 3 ആൾ ഞാൻ 3 സ്ഥലത്താക്കി വെച്ച കഥയാണ് ഇന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ്. ഇങ്ങനെയായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ 3 ലീഫ് മാത്രമായിട്ട് ചെറിയൊരു നെറ്റിൻ്റെ പോട്ടിൽ ഒരു കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങില്ല, അത്രയും ചെറുതായിരുന്നു. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് വലിപ്പമുണ്ട്, പക്ഷെ ആൾ ഒത്തിരി കുഞ്ഞനായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു, നല്ല റൂട്ടായിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്ത കഥയാണ് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ പോട്ടിലേക്കാണ് ഞാൻ ആദ്യം വെച്ച് കൊടുത്തത്. പുതിയ ലീഫ് വരുന്തോറും അതിലുള്ള കളർ വേരിയേഷനൊക്കെ നല്ലവണ്ണം കയറി വരുന്നുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ട്. പിന്നെ അത് കുറച്ചും കൂടി ഒന്ന് വലുതായപ്പോൾ ഞാനൊരു കുറച്ചും കൂടി വലുപ്പമുള്ള പോട്ടിലേക്കാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ചെടിയുടെ സൈസ് അനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റി മാറ്റി കൊടുക്കാം. എന്നാലാണ് കൂടുതലായിട്ടുള്ള അതിന് നന്നായിട്ട് പുതിയ ഷൂട്ട്സൊക്കെ വരാനും ഒക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്നാലാണ് നമുക്ക് അതിന് വേണ്ടി ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്താൽ വലുതായിട്ട് ചെറിയ പോട്ടിൽ വയ്ക്കാൻ പാടില്ല. നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് പോട്ട് മാറ്റി മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ അഗ്ലോണിമയ്ക്ക് യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് ഞാനിതിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് എൻ്റെ അഗ്ലോണിമ. ഇതിലും പിന്നെ വേരിയേഷൻ നമ്മുടെ വെയിലിനനുസരിച്ചും വലുതാവും തോറും കളർ വേരിയേഷൻ കയറി കയറി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ പ്ലാന്റിൻ്റെ ഇതാണ് കേട്ടോ ഇപ്പോൾ അവസ്ഥ. വെയിലത്തിരിക്കുമ്പോൾ വേറൊരു ഷെയ്ഡാണ്, ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതുപോലെയാണ് കളറ്. അപ്പോൾ എനിക്ക് 2 കുഞ്ഞ് മക്കളെ കൂടി തന്നിട്ടാണ് ആൾ ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നത്. കറക്റ്റായിട്ടൊരു 11 മാസത്തോളം ആയിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഈ പ്ലാന്റ് വാങ്ങി ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ നമ്മളിവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി 3 ആളെ ഞാൻ 3 ഭാഗത്താക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മദർ പ്ലാന്റ് നമ്മൾ കുറച്ചും കൂടി വലുപ്പമുള്ള പോട്ടിലേക്ക് ഞാൻ റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കുഞ്ഞന്മാരെ 2 പേരെയും ചെറിയ പോട്ടിലേക്കാക്കി വച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം ഇവർ വെയിലൊന്നും കൊള്ളിക്കാതെ തണലത്ത് വെച്ച് കുറച്ച് ശ്രദ്ധയെ കൊടുത്ത് വളർത്തി എടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഈ കൊച്ചിൻ ബീച്ചിൻ്റെ കഥ. അപ്പോൾ അവരെ ഞാൻ 3 സ്ഥലത്താക്കിയെടുത്ത് 3 ഒരുമിച്ചാണ് കേട്ടോ ഇപ്പോൾ വെക്കുന്നത്. അമ്മയും മക്കളും ഉഷാറായിട്ട് കുറച്ചാളും കൂടി ഇരിക്കട്ടെ. അപ്പം ഇതുപോലെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഈ അഗ്ലോണിമയുടെ സ്റ്റോറി? നിങ്ങൾക്ക് ഇഷ്ടമായി?